അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമുക്ക് എടുക്കാനുള്ളത് സം അതർ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ്. നമ്മളിപ്പോൾ 5 പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് ശേഷമുള്ള കുറച്ചും കൂടി എടുക്കാനുണ്ട്. ഇനി കൺസിഡർ ദ ബൈനോമിയൽ എ പ്ലസ് ബി, ലെറ്റ് us ഫൈൻഡ് ഇറ്റ്സ് ക്യൂബ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് എ പ്ലസ് ബി എന്നുള്ള ഒരു ബൈനോമിയലിനെ ഞാൻ അതിൻ്റെ ക്യൂബാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ നോക്കി, ഇനി എ പ്ലസ് ബി ക്യൂബാണ് കേട്ടോ, ഓൾ ക്യൂബ്. അപ്പോൾ എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഓൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്താണെന്ന് അറിയാം, അതാണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ഇനി എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അതെന്ത് ചെയ്യും? അപ്പോൾ ഇതിൽ എനെ കൊണ്ട് ഇതിൽ ഓരോന്നിനെ കൊണ്ട് ഗുണിക്കുക. അതാണ് ഇത് കണ്ടുള്ളത്. എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, പിന്നെ ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ഈ ബീനെ കൊണ്ടും ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു എ സ്ക്വയർ എ ക്യൂബ് കിട്ടും, എ ഇൻറ്റു 2ab 2a സ്ക്വയർ ബി കിട്ടും, പിന്നെ എ ഇൻറ്റു ബി സ്ക്വയർ എ ബി സ്ക്വയർ കിട്ടും. ഓക്കെ, പിന്നെ ബി ഇൻറ്റു എ സ്ക്വയർ ബി കിട്ടും, പിന്നെ ബി ഇൻറ്റു 2ab 2ab സ്ക്വയർ കിട്ടും, ബി ഇൻറ്റു ബി സ്ക്വയർ ബി ക്യൂബ് കിട്ടും. അപ്പോൾ ഇതിൽ ഓരോന്നും ശ്രദ്ധിക്കാം. അപ്പോൾ എ സ്ക്വയർ ബി ഇവിടെയുണ്ട്, എ സ്ക്വയർ ബി ഇവിടെ 2 എ സ്ക്വയർ ബി ഉണ്ട്, ഇവിടെ ഒരു എ സ്ക്വയർ ബി, അപ്പോൾ 3 എ സ്ക്വയർ ബി ആവും. ഓക്കെ, പിന്നെ ഇവിടെ എ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ 2 എ ബി സ്ക്വയർ ഉണ്ട്, അപ്പോൾ 3 എ ബി സ്ക്വയർ ആവും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ശ്രദ്ധിക്കുക, എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി, കാരണം എ സ്ക്വയർ ബി ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട് എ സ്ക്വയർ, അപ്പോൾ 3 എ സ്ക്വയർ ബി. എ ബി സ്ക്വയർ ഇവിടെ 1 ഉണ്ട്, എ ബി സ്ക്വയർ ഇവിടെ 2 ഉണ്ട്, 2ab സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? 3ab സ്ക്വയർ ആവും, പിന്നെ ബി ക്യൂബ്. ഇനി ഇത് എന്താണോ 3ab എന്നുള്ള കോമൺ ആണ്. ഇതിലും 3ab ഉണ്ട്, ഇതിലും 3ab ഉണ്ട്. ഇതിൽ 3ab ഒരു എ കൂടുതലാണ്, ഇതിൽ 3ab ഒരു ബി കൂടുതലാണ്. അപ്പോൾ എന്താ? 3ab പുറത്ത് കിടക്കും. പിന്നെ ഇവിടെ എ ഇതിൽ നിന്ന് എ പ്ലസ് ബി ക്യൂബ്. അപ്പം 3a ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ബി ക്യൂബ് എന്നാവും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ശ്രദ്ധിക്കുക, എ പ്ലസ് ബി ഓൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി ക്യൂബ് എന്ന രീതിയിലേക്ക് എത്തുന്നുള്ളത്. ഇനി അതിൻ്റെ നെഗറ്റീവാണ് നമുക്ക് കാണാനുള്ളത്, എ മൈനസ് ബി എന്നുള്ളതിൽ. ഓക്കെ, എ മൈനസ് ബി ഓൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ഓൾ സ്ക്വയർ. അപ്പോൾ എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അതിന് എ മൈനസ് ബി കൊണ്ട് ഗുണിക്കുക, അപ്പോൾ ഓരോന്നിനെ കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ്, ഇനി ഇവിടുത്തെ മൈനസ് ബി കൊണ്ട് മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആകും. അതെങ്ങനെയാകും? എ ക്യൂബ് മൈനസ് 2a സ്ക്വയർ ബി അല്ലേ? കാരണം ഈ എയും 2ab കൂടി ഗുണിച്ചാൽ എന്താവും? മൈനസ് 2a സ്ക്വയർ ബി ആകും. പിന്നെ എന്താകും? എ ബി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആകും. പിന്നെ മൈനസ് എ സ്ക്വയർ ബി ആവും, മൈനസ് എ സ്ക്വയർ ബി. പിന്നെ എന്താകും? ഇവിടെ മൈനസ് ബി ഇൻറ്റു മൈനസ് 2ab എന്ന് പറയുമ്പോൾ എന്തായും? പ്ലസ് 2ab സ്ക്വയർ ആകും. പിന്നെ മൈനസ് ബി ഇൻറ്റു പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ് ആകും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതെന്താണ്? മൈനസ് എ സ്ക്വയർ ബി ആണ്, ഇത് മൈനസ് എ സ്ക്വയർ ബി ആണ്. ഇവിടെ 2 എ സ്ക്വയർ ബി മൈനസ് ഉണ്ട്, ഇവിടെ ഒരു എ സ്ക്വയർ ബി മൈനസ് ഉണ്ട്, മൊത്തം എന്താവും? 3 മൈനസ് 3 എ സ്ക്വയർ ബി ആകും. ഇവിടെ എ ബി സ്ക്വയർ 1 ഉണ്ട്, പ്ലസ് ആണ്. ഇവിടെ 2 എ ബി സ്ക്വയർ ഉണ്ട്, അതും പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് 3ab സ്ക്വയർ ആകും മൈനസ് ബി ക്യൂബ്. ഇനി ഇതിൽ നിന്ന് എന്താണ് നമുക്കറിയാം? ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് 3ab എന്നുള്ള പുറത്തെടുക്കും, നേരത്തെ എടുത്ത പോലെ. അത് മൈനസ്, കാരണം ഇവിടെ എന്താ? ഇത് മൈനസ്, ഇത് പ്ലസ് ആണ്. അപ്പോൾ കോമൺ എന്ന മൈനസ് എടുക്കും, മൈനസ് എടുത്തിട്ട് നമുക്ക് അതിനനുസരിച്ച് എന്താവും? ഇപ്പോൾ മൈനസ് 3ab ഇൻറ്റു എ എന്ന് പറയുമ്പോൾ മൈനസ് 3a സ്ക്വയർ ബി ആയി, മൈനസ് 3ab മൈനസ് ബി ആകുമ്പോൾ രണ്ടും മൈനസ് കൂടെ പ്ലസ് ആവും, അപ്പോൾ ഇവിടുത്തെ പ്ലസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മൈനസ് ബി ക്യൂബ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? എ മൈനസ് ബി ഓൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി ക്യൂബ് എന്ന രീതിയിലെടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്നുള്ളതൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി ഓൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി ക്യൂബ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക,
ഇവിടെ മൈനസ് ആകുമ്പോൾ എല്ലായിടത്തും മൈനസ് നിങ്ങൾക്ക് രീതിയിൽ ചെയ്യട്ടോ, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ മൈനസും ഈ മൈനസും കൂടി ഗുണിക്കുമ്പോൾ എന്താവും, അവസാനം ഇത് പോസിറ്റീവ് ആകും, അതാണ് ഇതുള്ളത്. ഓക്കെ, എന്നാൽ മൊത്തത്തിൽ എന്താ ഇവിടെ മൈനസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3ab എ മൈനസ് ബി മൈനസ് ബി ക്യൂബ് എന്ന രീതിയിലേക്ക് എത്തും. ഓക്കെ, ഇനി ഇത് എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഇത് എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്നതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താ ചെയ്യുക, ഈ ബിക്ക് പകരം മൈനസ് ബി, ഇവിടെ മൈനസ് ബി ആക്കിയാലും നമുക്ക് ഈ ഫോർമുല കിട്ടുന്ന പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി എട്ടാമത്തെ എന്താണ്, എ പ്ലസ് ബി. ശ്രദ്ധിക്കുക, എട്ടാമത്തത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എനെ കൊണ്ട് എന്താണ് ഇത് മൊത്തം ഓരോന്നും ഗുണിക്കണം, അതുപോലെ തന്നെ ബീനെ കൊണ്ടും ഇത് ഓരോന്നും ഗുണിക്കണം. അപ്പോൾ എനെ കൊണ്ട് ആദ്യം ഗുണിക്കുകയാണ്, എ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ അല്ലേ. അപ്പോൾ എന്തൊട്ട് നമുക്ക് എ ക്യൂബ്, എ ഇൻറ്റു എ സ്ക്വയർ എ ക്യൂബ്, പിന്നെ എ സ്ക്വയർ ബി, പിന്നെ എ ബി സ്ക്വയർ, ഇത് മൈനസും ഇത് പ്ലസും ആകും. ഓക്കെ അല്ലേ. പിന്നെ ബി എ സ്ക്വയർ ബി പ്ലസ് എ സ്ക്വയർ ബി, പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എ ബി സ്ക്വയർ, പിന്നെ ഇത് പ്ലസ് ബി ക്യൂബ്. ഓക്കെ അല്ലേ. ഇനി ഇത് ശ്രദ്ധിക്കുക, നമുക്ക് സുഖമായിട്ട് വെട്ടിപ്പോകാം. മൈനസ് എ സ്ക്വയർ ബി ഇവിടെ ഒന്നുണ്ട്, ഇവിടെ പ്ലസ് എ സ്ക്വയർ ബി ആണ്, ഇവിടെ മൈനസ് ആണ് ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ ഇതൊന്നും വെട്ടിപ്പോകും. പിന്നെ ഇത് എ ബി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ്, ഇത് മൈനസ് എ ബി സ്ക്വയർ ആണ്, അപ്പോൾ ഇതൊന്നും വെട്ടിപ്പോകും. ബാക്കി എന്താവും, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് ബാക്കി ഉണ്ടാവും. അപ്പോൾ എട്ടാമത്തത് ശ്രദ്ധിക്കുക, എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന രീതിയിലേക്ക് എത്തും. ഇനി ഒൻപതാമത്തെ ശ്രദ്ധിക്കാം, എ മൈനസ് ബി ഇൻറ്റു, ഇപ്പം നമ്മൾ ഇത് ശ്രദ്ധിക്കുക, ഇവിടെ എ പ്ലസ് ബി ആണ്, ഒൻപതാമത്തെ ഇവിടെ എ മൈനസ് ബി ആണ്. ഇനി എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, ഇവിടെ എന്താണ് എ സ്ക്വയർ മൈനസ് ആണ്, ഇവിടെ മൈനസിൻ്റെ സ്ഥാനത്ത് ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ രണ്ട് വ്യത്യാസങ്ങളാണ് 8ൽ നിന്ന് 9-നുള്ളത്. ഒന്ന് ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആയിരുന്നു, പിന്നെ ഇവിടെ മൈനസ് ഉള്ളത് ഇവിടെ പ്ലസ് ആയി, അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി എന്നുള്ളത്. ഓക്കെ അല്ലേ. ഇവിടെ എ പ്ലസ് ബി ആണ്, ഇവിടെ എ മൈനസ് ബി ആണ്, ഇവിടെ എ സ്ക്വയർ മൈനസ് എ ബി ആണ്, ഇവിടെ എ സ്ക്വയർ പ്ലസ് എ ബി ആണ്. അപ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഓരോന്നിനെ കൊണ്ടും ഈ എ മൈനസ് ബിയിലെ ഓരോന്നിനെ കൊണ്ടും എന്താണ് ഇത് ഗുണിക്കണം, ബീനെ കൊണ്ട് ഓരോന്നും ഇത് ഗുണിക്കണം. അപ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതാകും. അപ്പോൾ എന്താകും, എ ക്യൂബ് പ്ലസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ ബി. എ സ്ക്വയർ ബി എങ്ങനെ കിട്ടുക, എ ഇൻറ്റു എ ബി, അപ്പോൾ 2 ആകുന്നു എ സ്ക്വയർ ബി, പിന്നെ എ ഇൻറ്റു ബി സ്ക്വയർ എ ബി സ്ക്വയർ, പിന്നെ ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി, പിന്നെ മൈനസ് ബി ഇൻറ്റു പ്ലസ് എ ബി മൈനസ് എ ബി സ്ക്വയർ, മൈനസ് ബി ഇൻറ്റു ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഓരോന്നും വെട്ടിപ്പോവാം, കാരണം പ്ലസ് എ സ്ക്വയർ ബി ഉണ്ട്, ഇവിടെ മൈനസ് എ സ്ക്വയർ ബി ഉണ്ട്, വെട്ടിപ്പോവും. ഇവിടെ പ്ലസ് എ ബി സ്ക്വയർ ഉണ്ട്, മൈനസ് എ ബി സ്ക്വയർ ഉണ്ട്, വെട്ടിപ്പോവും. ബാക്കി എന്താവും, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നാകും. അപ്പോൾ ശ്രദ്ധിക്കുക, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന രീതിയിലേക്ക് എത്തും. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം, ഇവിടെ എ പ്ലസ് ബി ആകുമ്പോൾ ഇവിടെ എന്തായിക്കാരം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആയിരിക്കും. ഇവിടെ എ മൈനസ് ബി ആകുമ്പം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നായിരിക്കും. ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് ആണ്, ഇവിടെ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ മൈനസ് ബി അതിൻ്റെ ശേഷം എന്താണ്, ഇവിടെ എ സ്ക്വയർ പ്ലസ് ആണ്. അപ്പോൾ രണ്ട് വ്യത്യാസങ്ങൾ അതിലുള്ളത്, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്. ഓക്കെ അല്ലേ. അപ്പോൾ ഒരെണ്ണം ശ്രദ്ധിക്കാം. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാകുമ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നാകും. ഇനി എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാകുമ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന രീതിയിലാവും. ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, 7x പ്ലസ് 9y ഹോൾ ക്യൂബ്, അത് ഏതാണ്, എ പ്ലസ് ബി ഹോൾ ക്യൂബ് പ്രകാരമാണ്. പിന്നെ രണ്ടാമത്തത് പി എക്സ് മൈനസ് വൈ സെഡ് ഹോൾ ക്യൂബ്, അതേതാണ്, എ മൈനസ് ബി ഹോൾ ക്യൂബാണ്. ഓക്കെ അല്ലേ. ഇതും എ മൈനസ് ബി ഹോൾ ക്യൂബാണ്. അതിലെന്താണ്,
ഇത് വ്യത്യസ്തമായിട്ട് ഇതെന്താണ് ഇപ്പോൾ എക്സ് എന്നുള്ളത് എന്റെ സ്ഥാനത്തും 4y² എന്നുള്ളത് ബീൻ്റെ സ്ഥാനത്തും. അപ്പോൾ ഇത് മൊത്തം ബീൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ അതിനെ അതുപോലെ സങ്കല്പിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഈ എക്സാമ്പിള് നമുക്ക് 6 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ഇപ്പോൾ ഞാൻ ചെയ്യാണ്. ഓക്കെ, ഇത് രണ്ടും വളരെ സുഖമാണ്, നിങ്ങളൊന്ന് ചെയ്യാം. മൂന്നാമത്തെ ചെയ്യാണ് നമുക്ക്. അപ്പോൾ എക്സ് മൈനസ് 4y² ഹോൾ ക്യൂബാണ്. അത് എൻ്റെ സ്ഥാനത്ത് എക്സും ബീൻ്റെ സ്ഥാനത്ത് എന്താണ് 4y² ആണ്. ആ സ്ക്വയർ അടക്കം ബീൻ്റെ സ്ഥാനത്താണ്. ഇപ്പോൾ നമ്മളെന്താണ്, നമുക്കറിയാം എ മൈനസ് എ മൈനസ് ബി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എന്താണ്, എ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി ക്യൂബ് എന്നാണ്. ഓക്കെ, അതേ ഫോർമുല ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, എ ക്യൂബിൻ്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ്, ഇനി മൈനസ് 3ab, ആ -3 വന്നു, എ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എക്സ്, ബീൻ്റെ സ്ഥാനത്ത് 4y², അത് മൊത്തം ബീൻ്റെ സ്ഥാനത്താണ്. എന്നിട്ട് എന്ത് ചെയ്യണം, എ മൈനസ് ബി, എ എന്നുള്ളത് കണ്ടില്ലേ 3ab ഇൻറ്റു എ മൈനസ് ബി, എന്നിട്ട് മൈനസ് ബി ക്യൂബ്, ബീൻ്റെ സ്ഥാനത്താണ് 4y² മൊത്തം ബീൻ്റെ സ്ഥാനത്താണ്, പിന്നെ അതിൻ്റെ ഹോൾ ക്യൂബ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് എക്സ് ക്യൂബ് അതേപോലെ എഴുതി 3 × 4 12 xy² അല്ലേ? കാരണം എന്താണ്, ഇവിടെ 3 × 4 12, പിന്നെ ഇവിടെ എക്സ് ഉണ്ട്, പിന്നെ y² ഉണ്ട്, അതുപോലെ എഴുതി. പിന്നെ എക്സ് മൈനസ് 4y² അതുപോലെ എഴുതി. മൈനസ് 4ൻ്റെ ക്യൂബാണ് എന്ത്, 4ൻ്റെ ക്യൂബ് 64 അല്ലേ? 4 × 4 × 4 64 ആണ്. അപ്പോൾ 64 എഴുതി. y² ക്യൂബ് y² × 3 നമ്മൾ പറഞ്ഞിരുന്നു, അങ്ങനെ എ എം ഇൻറ്റു എ എൻ = അങ്ങനെ ഗുണിക്കണം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ y² × 3, അപ്പം y⁻6 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നും ചെയ്യണം. എക്സ് ക്യൂബ് മൈനസ് 12x² y², അങ്ങനെ കിട്ടിയത് ഈ 12xy² എന്തുകൊണ്ട് ഗുണിച്ചു, എക്സ് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ -12x² y² ആയി. പിന്നെ എന്ത് ചെയ്യണം, ഈ -12xy² 4y² കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 12 × 4 48, ഇവിടെ ഒരു എക്സ്, പിന്നെ y² × y² y⁻4 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അതുണ്ടല്ലേ 48xy⁻4 -64 y⁻6 എന്നായി. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ ഇതേത് ഉദാഹരണത്തിനാണ് 2a² + 3b² എന്നുള്ളത്. ഈ എൻ്റെ സ്ഥാനത്ത് മൊത്തം 2a² എന്നുണ്ടാവും, ബീൻ്റെ സ്ഥാനത്ത് ഈ മൊത്തം 3b² എന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ അല്ലേ? എക്സാമ്പിളുകളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വേറെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ശരിക്കുള്ള ന്യൂമറിക്കൽ നമ്പേഴ്സിൻ്റെ ഇത് കാണാനാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ആദ്യത്തെ ഉദാഹരണം 19 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 20 - 1 ഹോൾ ക്യൂബ് എഴുതാം. നമ്മൾ 19ൻ്റെ ക്യൂബാണ് കണ്ടത്, കണ്ടില്ലേ, ക്യൂബാണ് കണ്ടത്. അപ്പോൾ 19ൻ്റെ ക്യൂബിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, 20 - 1 ഹോൾ ക്യൂബ്. അപ്പോൾ 20 - 1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്കറിയാം a ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി മൈനസ് ബി ക്യൂബാണ്. കണ്ടില്ലേ, അതാണ് എ ക്യൂബ് മൈനസ് 3ab പിന്നെ ഇൻറ്റു എ മൈനസ് ബി മൈനസ് ബി ക്യൂബ്. അപ്പോൾ 20ൻ്റെ ക്യൂബ് 8000, പിന്നെ 3 × 20 × 1 3 × 20 × 1 60, പിന്നെ 20 - 1 1ൻ്റെ ക്യൂബ് 1 തന്നെ. അപ്പോൾ എന്ത് കിട്ടും, ഇനി അടിയിൽ 8000 - 60 × 20 എത്രയാണ്, 1200, പിന്നെ -60 ഇൻറ്റു -1 + 60 -1. അപ്പോൾ എന്ത് കിട്ടും, മൊത്തത്തിൽ ഇത് കൂട്ടി കഴിഞ്ഞാൽ 6859 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്ത് കിട്ടി, a - b ഹോൾ ക്യൂബിലാണ് ചെയ്തത്. ഇനി 101ൻ്റെ ക്യൂബ് എങ്ങനെ കാണാം, a + b ഹോൾ ക്യൂബിൽ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക, സിമ്പിളാണ്. ഇനി 54 ക്യൂബ് എന്നുള്ളത് a + b ഹോൾ ക്യൂബിൽ. ഓക്കെ, 47 എന്നുള്ളത്
എ മൈനസ് ബി ഹോൾ ക്യൂബിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്ത് മനസ്സിലാക്കുക. ഞാൻ അധികം ഓരോ ഉദാഹരണങ്ങളും വിശദീകരിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ 4.5 വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ഫൈൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്റ്റ്. ഇത് കാണാനാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.